അപ്പോൾ ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ പിടിക്കുക. വീട്ടിലെ ഗൃഹനാഥനും അതുപോലെ തന്നെ നാദയും സുധിച്ചേട്ടൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സുധിച്ചേട്ടൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അവർ തന്നു വിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഞാനിവിടെ ഭദ്രമായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. പേര് പറയാൻ താല്പര്യമില്ലാത്ത ഒരു ചാരിറ്റബിൾ അസോസിയേഷനാണ് UK. അവരിത് കാണുന്നുണ്ടായിരിക്കും. കുറച്ച് ദിവസത്തിന് മുന്നേ ലക്ഷ്മി നക്ഷത്ര ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് രേണു സുധിയും ഫാമിലി എല്ലാം കടന്നത്. രേണു സുധി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, കൊല്ലം സുധിയുടെ വൈഫാണ്. അപ്പം കൊല്ലം സുധിയുടെ വീട്ടിലെ സിറ്റുവേഷൻസും ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്, കുറെ നാൾക്ക് ശേഷം ഈ മരണത്തിനൊക്കെ ശേഷം എനിക്ക് തോന്നുന്നു ലക്ഷ്മി നക്ഷത്ര അപ്പോഴാണെന്ന് തോന്നു പോകുന്നത്. എന്തായാലും 3-4 എപ്പിസോഡൊക്കെ അടുപ്പിച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോസ് എല്ലാം ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ ആ ട്രെൻഡിങ് വന്ന വീഡിയോസിൽ കുറെ ആൾക്കാർ കുറെ പേര് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിനായിരുന്നു ഈ ഒരു BGM കാര്യങ്ങളും, ഇതൊക്കെ ഒഴിവാക്കാമായിരുന്നു, ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ എന്താ ഒരു സീരിയൽ കാണുന്നത് പോലെയാണ് മേ ബി അത് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും എനിക്ക് അത് അങ്ങനെയാണ് തോന്നിയത്. കാര്യം അതിന്റെ ആവശ്യം വരുന്നില്ലായിരുന്നു എന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ഓക്കെ, എനിവേ അതെല്ലാം കഴിഞ്ഞിട്ട് 2 ദിവസത്തിന് മുന്നേ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ആ വീഡിയോ ട്രെൻഡിങ് നമ്പർ 1 ആണ്. ഇപ്പൊ എനിക്കൊന്ന് ട്രെൻഡിങ് നമ്പർ 2 ആയി കാണും. ഇപ്പൊ എനിവേ ആ ഒരു വീഡിയോയ്ക്കകത്ത്, അതായത് ലക്ഷ്മി UK പോയ സമയത്ത് അവിടെ ഉള്ള കുറച്ചൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് എങ്ങാണ്ടാണെന്ന് തോന്നുന്നു UK ബേസ് ചെയ്ത്. അപ്പോൾ അവിടെ ഉള്ള കുറച്ച് ആൾക്കാർ എങ്ങനെയുണ്ട്, ഇപ്പം കൊല്ലം സുധിയുടെ ഫാമിലി എങ്ങനെയുണ്ട് എന്നൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവരൊരു കുറച്ച് ഫണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഫണ്ട് കൊടുക്കുന്ന കാര്യം കൈമാറുന്ന ഒരു കാര്യമാണ് ഇപ്പം ലക്ഷ്മി നക്ഷത്രയുടെ ആ ഒരു വീഡിയോക്കകത്തുള്ളത്. അത് എത്ര പേര് കണ്ടിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല വ്യൂസ് ഉണ്ട് അതിനകത്ത്, പക്ഷെ എത്ര പേര് നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാവരും BGMന്റെ പേരും പറഞ്ഞിട്ടൊക്കെ വീഡിയോ ചെയ്ത് എടുത്തു. ഞാൻ ഉൾപ്പെടെ ചെയ്തു. അതില്ലായിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. പക്ഷെ എന്താണ്, നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ കാണിക്കാതെ മോശം മാത്രം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം നല്ലതും കൂടി നമ്മൾ കാണിക്കണത് നല്ലൊരു കാര്യമാണ്. ഓക്കെ, എനിവേ എന്തായാലും ഞാൻ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാം, ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഇന്ന് വന്നതിന് വേറൊരു മോട്ടീവും കൂടെ ഉണ്ട്. എന്താ പറയുക, ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ എന്തിനാ കാണിക്കണേ എന്നുള്ളത്. അത് എനിക്ക് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അങ്ങനെ ഓരോരുത്തരും ചെയ്യുന്ന കാണുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്ക് ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ അത് വലിയൊരു പുണ്യമല്ലേ. ഞാൻ ഈ അടുത്ത് UK പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി UK ഞാൻ പോയത് ഒരു ഇനോഗ്രേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇനോഗ്രേഷനൊക്കെ പോയപ്പോൾ ഏറ്റവും അധികം ആൾക്കാരുടെ അടുത്ത് ചോദിച്ചത് നമ്മുടെ കൊല്ലം സുധിയുടെ ഫാമിലിക്ക്, അല്ലെങ്കിൽ സുധിച്ചേട്ടൻ്റെ ഭാര്യ മക്കൾ അവരൊക്കെ സുഖമായിട്ടിരിക്കണം, എങ്ങനെയാണ് ഇപ്പോൾ അവരുടെ ഒരു ലൈഫ് മുന്നോട്ട് പോണേന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ UK ഒരു ചാരിറ്റി അസോസിയേഷൻ എൻ്റെ കയ്യിൽ കുറച്ച് ഫണ്ട് തന്നു വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ന് നേരിട്ട് കൊടുക്കുകയും വേണം. അവർക്ക് പേര് പറയാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് പേര് റിവീൽ ചെയ്യാത്തത്. അപ്പോൾ സൂചേട്ടനെ ലൈക്ക് നമ്മുടെ നാട്ടിലുള്ളവർ മാത്രമല്ല എത്രയോ പേര് ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതിൻ്റെ വലിയ എക്സാമ്പിളായിരുന്നു അന്ന് നമ്മൾ കണ്ടുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് കൊടുക്കുകയാണ്. എന്തിനാ ഇത് കാണിക്കണേ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഇത് കണ്ട് ആർക്കെങ്കിലും ഒക്കെ സഹായിക്കാൻ തോന്നിയാൽ, കാരണം ഈ കാണണ പോലെയല്ല പിന്നിലെ ജീവിതം എന്ന് പറയണേ. അപ്പോൾ ക്ഷമ അതൊന്ന് തരും. അപ്പോൾ ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ പിടിക്കുക. വീട്ടിലെ ഗൃഹനാഥനും അതുപോലെ തന്നെ നാദയും സുധിച്ചേട്ടൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സുധിച്ചേട്ടൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് അവർ തന്നു വിട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഞാനിവിടെ ഭദ്രമായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. പേര് പറയാൻ താല്പര്യമില്ലാത്ത ഒരു ചാരിറ്റബിൾ അസോസിയേഷനാണ് UK. അവരിത് ഓക്കെ, അപ്പൊ നിങ്ങളത് കണ്ടല്ലോ. ഇതാണ് ആക്ച്വലി സംഭവം. അതിനകത്ത് ലക്ഷ്മി പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് കാണുമ്പം ബാക്കിയും കൂടെ കുറച്ച് ആൾക്കാർക്കും കൂടെ ഒരു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു മനസ്സ് കാണുമെന്ന്. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം സുധിയുടെ ഫാമിലി ഹെൽപ്പ് ചെയ്യുന്നു, എടുക്കുന്നു, എല്ലാം ശരിയാണ്. മേ ബി നമ്മൾ ആരും ചെയ്യാത്ത കാര്യങ്ങളായിരിക്കാം ലക്ഷ്മി ചെയ്തതല്ല. പക്ഷെ എത്ര നാളിങ്ങനെ ആൾക്കാർ ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു ചോദ്യം അവിടെ ഇല്ലേ? അക്കാര്യം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം, പുള്ളിക്കാരത്തേക്ക് എന്തെങ്കിലും ജോബോ കാര്യങ്ങളോ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ്സോ എന്തെങ്കിലും ചെറിയ കടയോ കാര്യങ്ങളോ, ഓക്കെ, അതൊക്കെ ഫൈൻ. അത് മാത്രമല്ല, ഇപ്പം പുള്ളിക്കാരത്തെ എന്തോ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് വലിയ കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് കോഴ്സ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസോ വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ കെയർ ഓഫ് ആരെങ്കിലൊക്കെ ചെയ്ത് കൊടുത്താൽ അത് വളരെ നല്ലതായിരിക്കാം. പക്ഷെ ഇപ്പം ഈ ഇതിനകത്ത് ആ പറഞ്ഞ ആ ഒരു വേർഡ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും കൂടെ ഹെൽപ്പ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത് അത് ആവാം. മീൻസ് പൈസയുടെ ഹെൽപ്പ് അല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു കാര്യം കൂടി ആയിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കാര്യം എന്തായാലും സുധിച്ചേട്ടൻ മരിച്ച ആ ഒരു സമയത്ത് നമ്മൾ കണ്ടതാണ്. കാര്യം അവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളെല്ലാം. ഇതും പോരാതെ കുറച്ച് നാൾക്ക് മുന്നേ ഈ പുള്ളിക്കാരത്തി ജോഷ് ടോക്സിൽ വന്നിട്ട് കുറേ അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം മരിച്ചതിന് ശേഷം ഒരുപാട് പൈസ കിട്ടി. ആ പൈസ കാരണം എന്താണ്, ഇനിയിപ്പം രണ്ടാമത് കല്യാണം കഴിക്കാൻ പോകുന്നു, കോടികൾ ഇങ്ങനെ കൈപ്പറ്റി എന്നൊക്കെയുള്ള രീതിയിൽ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല. അവരുടെ സിറ്റുവേഷൻസ് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ബാഡ് സിറ്റുവേഷൻസ് ആയിട്ടാണ് ഫീൽ ചെയ്യണത്. എന്തായാലും ലക്ഷ്മി നക്ഷത്ര ചെയ്തൊരു വലിയ കാര്യം തന്നെയാണ്. ആ കുട്ടികൾക്കൊക്കെ ടോയ്സും കാര്യങ്ങളും ഒക്കെ മേടിച്ചു കൊടുത്തതായാലും
അങ്ങനെയെങ്കിലും കാണിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നത് വലുതാണ്. എന്തായാലും ആ ഒരു BGMന്റെ കേസിൽ ഒരുപാട് പേര് പറഞ്ഞത് ഒരു സീരിയൽ പോലൊക്കെ തോന്നി. ശരിയാണ്, അത് ആ ഒരു വീഡിയോ കാണുമ്പം തോന്നുന്ന ആർക്കായാലും തോന്നും ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ രേണു പുറത്തോട്ട് ഇറങ്ങി വരുന്ന വഴിക്ക് ക്യാമറയൊക്കെ വെച്ചിട്ട്, പിന്നെ അത് മാത്രമല്ല കൊച്ച് മറ്റേ സുധി എന്നൊക്കെ പറയുമ്പോഴത്തേക്കുള്ള ഫോക്കസ് ചെയ്തിട്ട് കരച്ചിലൊക്കെ കാണുമ്പോഴത്തേക്ക് അസൽ സീരിയൽ കാണുന്ന ഫീൽ ആയിരിക്കും അത്. പക്ഷെ ഇതിനകത്തൊരു നല്ല കാര്യങ്ങളും കൂടി ഉണ്ടായതുകൊണ്ട് തീർച്ചയായിട്ടും അത് കാണിക്കേണ്ടതും പറയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ആ സംഭവം എന്തായാലും ശരിക്കും കൊള്ളാം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിവേ ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.